ക്ഷേമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 5 ബൈബിൾ ക്വിസ്. യേശു എന്തിനാണ് യെരുശലേമിലേക്ക് പോയത്? യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട്. ബേഥെസ്ദ കുളം എവിടെയായിരുന്നു? യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ. ബേഥെസ്ദ എന്നത് ഏത് ഭാഷയിലെ പേര് ആയിരുന്നു? എബ്രായ ഭാഷയിലെ. ബേഥെസ്ദ കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? 5. ബേഥെസ്ദ കുളത്തിലെ 5 മണ്ഡപങ്ങളിൽ ആരെല്ലാമാണ് കിടന്നിരുന്നത്? വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം. ബേഥെസ്ദ കുളത്തിലെ മണ്ഡപങ്ങളിൽ രോഗികളുടെ കൂട്ടം എന്ത് കാത്തുകൊണ്ട് കിടന്നിരുന്നു? വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട്. ബേഥെസ്ദ കുളത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതത് സമയത്തെ ഒരു ദൂതൻ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എത്ര കാലമായി രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു? 38 ആണ്ട്. ബേഥെസ്ദ കുളത്തിങ്കൽ കണ്ട രോഗിയോട് യേശു എന്താണ് ചോദിച്ചത്? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. കുളത്തിൽ ഇറങ്ങുവാൻ കഴിയാത്തതിന് രോഗി എന്ത് കാരണമാണ് യേശുവിനോട് പറഞ്ഞത്? എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു. യേശു രോഗിയോട് എന്തു ചെയ്യാൻ കൽപ്പിച്ചു? എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക. യേശു എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് അവനോട് പറഞ്ഞ ശേഷം ആ മനുഷ്യന് എന്ത് സംഭവിച്ചു? ആ മനുഷ്യൻ സൗഖ്യമായി എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. ഏത് ദിവസമാണ് യേശു കുളക്കരയിൽ വെച്ച് മനുഷ്യനെ സുഖപ്പെടുത്തിയത്? ശബത്ത് ദിവസം. സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് യഹൂദന്മാർ പറഞ്ഞതെന്തുകൊണ്ട്? അന്ന് ശബത്ത് ആയിരുന്നതുകൊണ്ട്. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ താൻ കിടക്കയെടുത്തത് എന്ത് കാരണം കൊണ്ടാണ് എന്നാണ് യഹൂദന്മാരോട് പറഞ്ഞത്? തന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് തന്നോട് പറഞ്ഞതുകൊണ്ട്. സൗഖ്യം പ്രാപിച്ച മനുഷ്യന്റെ ഉത്തരം കേട്ട ശേഷം യഹൂദർ എന്താണ് അവനോട് ചോദിച്ചത്? കിടക്കയെടുത്ത് നടക്ക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആർ എന്ന് ചോദിച്ചു. ബേഥെസ്ദ കുളക്കരയിൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യന് തന്നെ സൗഖ്യമാക്കിയവൻ ആരെന്ന് എന്തുകൊണ്ടാണ് അറിയാഞ്ഞത്? അവിടെ പുരുഷാരം ഉണ്ടായിരിക്കയാൽ യേശു മാറിക്കളഞ്ഞതുകൊണ്ട്. യേശു എവിടെ വെച്ചാണ് ബേഥെസ്ദ കുളക്കരയിൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യനെ പിന്നീട് കണ്ടത്? യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ബേഥെസ്ദ കുളക്കരയിൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യനോട്.
നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് യേശു ആ രോഗിയോട് പറഞ്ഞപ്പോൾ അവൻ എന്താണ് ചെയ്തത്? ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനെ ഉപദ്രവിച്ചത്? യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട്. യേശു ശബ്ബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചപ്പോൾ യേശുവിന്റെ ഉത്തരം എന്തായിരുന്നു? എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ അധികമായി ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? യേശു ശബ്ബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയതുകൊണ്ടും. പിതാവ് ചെയ്തു കാണുന്നത് അല്ലാതെ പുത്രന് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പുത്രൻ എന്തു ചെയ്യുന്നു? പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നതിനാൽ അവൻ അവന് എന്താണ് കാണിച്ചു കൊടുക്കുന്നത്? താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പിതാവ് എന്തു ചെയ്യുന്നത് പോലെ പുത്രൻ ചെയ്യുന്നു. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പുത്രൻ ആരെയാണ് ജീവിപ്പിക്കുന്നത്? താൻ ഇച്ഛിക്കുന്നവരെ. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന്. പുത്രനെ ബഹുമാനിക്കാത്തവൻ ആരെയും ബഹുമാനിക്കുന്നില്ല. അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. തന്റെ വചനം കേട്ട് തന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് എന്ത് ഉണ്ട് എന്ന് യേശു പറഞ്ഞു? നിത്യജീവൻ. തന്നെ വചനം കേട്ട് തന്നെ അയച്ചനെ വിശ്വസിക്കുന്നവൻ എവിടേക്ക് കടന്നിരിക്കുന്നു? അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. യേശുവിന്റെ അഭിപ്രായത്തിൽ ഏത് നാഴിക വരുന്നു? ഇപ്പോൾ ഏത് നാഴിക വന്നുമിരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ എന്താണ് ഉള്ളത്? ജീവൻ. പിതാവ് പുത്രന് എന്തു വരം നൽകിയിരിക്കുന്നു? പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. പുത്രൻ മനുഷ്യപുത്രനാകയാൽ പിതാവ് അവന് എന്ത് അധികാരം നൽകി? ന്യായവിധി നടത്തുവാനുള്ള അധികാരം നൽകി. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, എന്ത് സംഭവിക്കാനുള്ള നാഴിക വരുന്നു. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുവാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ എങ്ങനെ പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ജീവനായി. തിന്മ ചെയ്തവർ എങ്ങനെ പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ന്യായവിധിക്കായി. യേശു തന്റെ ഇഷ്ടമല്ല ആരുടെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു എന്നാണ് പറയുന്നത്.
തന്നെ അയച്ചവന്റെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നതിനാൽ യേശുവിന്റെ വിധി എങ്ങനെയുള്ളതാണ്? നീതിയുള്ളതാണ്. യേശു തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നുവെങ്കിൽ അവന്റെ സാക്ഷ്യം എന്തല്ല? സത്യമല്ല. യേശുവിനെ കുറിച്ച് മറ്റാരാണ് സാക്ഷ്യം പറയുന്നത്? മറ്റൊരുത്തൻ. യേശുവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ യഹൂദന്മാർ ആരുടെ അടുക്കലാണ് ആളയച്ചത്? യോഹന്നാന്റെ അടുക്കൽ. സത്യത്തിന് സാക്ഷ്യം പറഞ്ഞത് ആരാണ്? യോഹന്നാൻ. ആരുടെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല എന്നാണ് യേശു പറഞ്ഞത്? മനുഷ്യരുടെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. യേശു യോഹന്നാനെ ഏതുതരം വിളക്കിനോടാണ് ഉപമിച്ചത്? ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക്. യഹൂദന്മാർ യോഹന്നാന്റെ വെളിച്ചത്തിൽ എത്ര സമയത്തേക്ക് ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു? അല്പസമയത്തേക്ക്. യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷ്യമായി യേശു പറയുന്നത് എന്താണ്? പിതാവ് യേശുവിനെ അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ. പിതാവ് യേശുവിനെ അയച്ചു എന്ന് യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുന്നത് എന്ത്? താൻ ചെയ്യുന്ന പ്രവർത്തികൾ. യേശുവിന്റെ പ്രവർത്തികൾ കൂടാതെ മറ്റാരാണ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? അവനെ അയച്ച പിതാവ്. യഹൂദന്മാർ എന്ത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണ് യേശു പറയുന്നത്? പിതാവിന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല. എന്ത് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. പിതാവിന്റെ വചനം. യഹൂദന്മാർ എന്താണ് ശോധന ചെയ്യുന്നത്? തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. യേശുവിനെ കുറിച്ച് എന്താണ് സാക്ഷ്യം പറയുന്നത്? തിരുവെഴുത്തുകൾ. യേശു എന്താണ് വാങ്ങാത്തത്? മനുഷ്യരോട് ബഹുമാനം. യഹൂദന്മാരെ കുറിച്ച് താൻ എന്താ അറിഞ്ഞിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? അവർക്കുള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്ന്. ആരുടെ നാമത്തിലാണ് യേശു വന്നിരിക്കുന്നത്? പിതാവിന്റെ നാമത്തിൽ. യഹൂദന്മാർക്ക് യേശുവിനെ കൈക്കൊള്ളുന്നതിന് തടസ്സമായത് എന്താണ്? യേശു തന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട്. പിതാവിന്റെ മുമ്പിൽ യഹൂദന്മാരെ കുറ്റം ചുമത്തുന്നവൻ ആരാണ്?
അവർ പ്രത്യാശ വെച്ചിരിക്കുന്ന മോശ. മോശ ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? യേശുവിനെ കുറിച്ച്. മോശയുടെ എഴുത്ത് യഹൂദന്മാർ വിശ്വസിക്കുന്നില്ല എങ്കിൽ ആരുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കും എന്നാണ് യേശു ചോദിക്കുന്നത്. യേശുവിൻ്റെ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.